യുപിയിൽ സംഭൽ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഷാഹി മസ്ജിദ് അത് സർവേ ചെയ്യാൻ വേണ്ടി ഒരു ജില്ലാ കോടതി ഉത്തരവിടുകയാണ്. 1991 ദേവാലയ ആരാധനാലയ സംരക്ഷണ നിയമം കൊണ്ടുവന്നത് തന്നെ ഇനിയാരും ഇവിടെ ദുരന്തങ്ങൾ അനുഭവിക്കരുത്. ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു മസ്ജിദിന്റെ പേരിൽ ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, സമ്പത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, രാജ്യത്തിന് ഒരുപാട് വലിയ ഭാരം താങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു ആരാധനാലയത്തിനും ഒരു സമൂഹത്തിനും ഈ രാജ്യത്തിനും അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാകരുത് എന്ന് വെച്ചിട്ടാണ് 500 വർഷം പഴക്കമുള്ള മസ്ജിദ് അതിന്റെ തറ മാറ്റുന്നതിന് വേണ്ടി, അവിടെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കോടതികൾ ഉത്തരവിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആരെങ്കിലും ചില പരാതികൾ കൊടുക്കുമ്പോൾ അതേ രൂപത്തിലുള്ള പരാതി തന്നെയായിരുന്നു മധുരയിലെ ഗ്യാൻഗ്വാബി മസ്ജിദിനും ഉള്ളത്. നൂറുകണക്കിന് മസ്ജിദുകൾ മാത്രമല്ല, ക്ഷേത്രങ്ങൾക്കും ചർച്ചുകൾക്കും എല്ലാം ഇത് ബാധകമായി വരും. അടിമാന്തിയാൽ, പഴയ എസ്റ്റിമേറ്റ് ചെയ്താൽ നമ്മുടെ മണ്ണിനടിയിൽ നിന്ന് പലതും ലഭിക്കും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ രാജ്യത്ത് ജൈനന്മാരെ നിവസിച്ചിരുന്നതാണ്. അതിനുശേഷം ബുദ്ധമതക്കാർ ഇവിടെ നിലകൊണ്ടതാണ്. അതിനുശേഷം പല മതക്കാരും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലുള്ള പല അവശിഷ്ടങ്ങളും ഭൂമിക്കടിയിലുണ്ടാകും. അതെല്ലാം എടുത്തു നോക്കിയിട്ട് അതാണ് ഇവിടെ വേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക കേന്ദ്രമായ ശബരിമല തമിഴ്നാടും ആന്ധ്രാപ്രദേശും കർണാടകയിൽ നിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുൾപ്പെടെ കേരളത്തിലേക്ക് ആളുകൾ ഒഴുകുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമായിട്ടാണ് ശബരിമലയെ നാം ഇന്ന് കാണുന്നത്. യഥാർത്ഥത്തിൽ അത് ബുദ്ധവിഹാരമായിരുന്നുവല്ലോ. അതുപോലെയുള്ള എത്രയോ ബുദ്ധക്ഷേത്രങ്ങൾ ഹൈന്ദവരുടെ ദേവാലയമായി മാറിയിട്ടുണ്ട്. അതുപോലെ തിരിച്ചും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഴയതൊന്നും തന്നെ പരിശോധിക്കാൻ വേണ്ടി പോകരുത്. ഉള്ളതുപോലെ നിലനിൽക്കണം. 1947 മുമ്പുള്ള അതേ അവസ്ഥയിൽ തന്നെ നിലനിൽക്കണം എന്ന് പാസാക്കിയിട്ടുള്ള നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളൊരു സർവേക്ക് കോടതി ഉത്തരവിടുന്നത്. അത്തരം ഘട്ടങ്ങളിൽ അതിനെതിരെ ശബ്ദിക്കേണ്ടത് ഇവിടുത്തെ യുവാക്കളാണെങ്കിൽ യുവാക്കളെ മയക്കുമരുന്ന് കൊടുത്ത് ഉറക്കുകയാണ് ചെയ്യുന്നത്. യുവത നശിച്ചാൽ നാട് നശിക്കും എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. വർഗീയത വലിയ ശാപമാണ്, വർഗീയത വലിയ ആപത്താണ്. അതിനെതിരെ നാം നിലകൊള്ളേണ്ടതുണ്ട്. വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? വർഗീയതയിലേക്ക് ആരെങ്കിലും ക്ഷണിച്ചാൽ അവൻ എന്റെ സന്ദേശം അംഗീകരിച്ചവനല്ല, അത് ഉൾക്കൊണ്ടവൻ അല്ല. വർഗീയതയുടെ പേരിൽ ആരെങ്കിലും പോരാട്ടം നടത്തിയാൽ അവനും ഞാൻ എന്നിൽപ്പെട്ടവനല്ല. ആരെങ്കിലും വർഗീയതയുടെ കാരണമായിട്ട് മരിച്ചാൽ അവനും നമ്മിൽപ്പെട്ടവനല്ല. മരിച്ചാൽ എന്ന് പറഞ്ഞതിനുള്ള കാരണം അവൻ വർഗീയത പ്രകടിപ്പിച്ചുകൊണ്ട് അക്കാരണമായി എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ മരിക്കുകയും ചെയ്താൽ, അല്ലാതെ യാതൊന്നും ചെയ്യാതെ ഒരു കുറ്റവുമില്ലാത്ത നിരപരാധികനായ ആരെങ്കിലും കടന്നാക്രമിച്ചുകൊണ്ട് മരിക്കുന്നവരെ കുറിച്ചല്ല ഈ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുമ്പോ അവിടെ ഉത്തരവാദിത്വമുള്ള യുവാക്കൾ ഉണ്ടാകേണ്ടതുണ്ട്, ഉത്തരവാദിത്വ ബോധമുള്ള മനുഷ്യരുണ്ടാകേണ്ടതുണ്ട്. അതാണ് ഉത്തരവാദിത്വം, മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന ആ വലിയ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SYS പ്ലാറ്റിനം ഇയർ ആഘോഷിക്കുന്നത്. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരന്റെ തന്ത്രം അത് ഈ നാട്ടിൽ വീണ്ടും നടപ്പിലാക്കുവാൻ മനുഷ്യരെ തമ്മിലകറ്റാൻ വേണ്ടിയുള്ള ആശയങ്ങളാണ് ഇതിനെല്ലാം കൊണ്ടുവരുന്നത്. ഒരുമയുടെ സ്വരമാണ് നമുക്ക് വേണ്ടത്. ഭിന്നിപ്പിന്റെ ശബ്ദം ആരിൽ നിന്നുണ്ടായാലും നാം ചെറുക്കണം. നമുക്കൊരു ഭരണഘടനയുണ്ട്, അതാണ് നമ്മുടെ ഉറപ്പ്. നാം അതിനെ മാനിക്കണം. ന്യൂനപക്ഷങ്ങൾക്ക് നേരെ, അവരുടെ ആരാധനാലയങ്ങൾക്ക് നേരെ കയ്യേറ്റം നടക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ച് അതിനെ എതിർക്കണം. വർഗീയമായ ആശയങ്ങളുമായി ഏതെങ്കിലും സമൂഹം തലപൊക്കിയാൽ ആ മതത്തിന്റെ നേതാക്കൾ അതിനെ തള്ളിപ്പറയാൻ തയ്യാറാകണം. മുസ്ലിം പണ്ഡിതന്മാർ വർഗീയതയും തീവ്രവാദത്തെയും തള്ളിപ്പറയണം. ക്രിസ്തീയ പുരോഹിതന്മാർ
ഹൈന്ദവ മതാചാര്യന്മാർ അതാത് മതങ്ങളിൽ നിന്നും വരുന്ന ഈ വർഗീയതയുടെയും വിഘടനവാദത്തിന്റെയും മനുഷ്യദ്രോഹപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ തള്ളിപ്പറയാൻ വേണ്ടി തയ്യാറാവുക എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്.